ക്രമേണ വെയിലിന് ചൂടുകൂടി. താൻ പുറപ്പെട്ട പ്രദേശത്തേതുപോലെയല്ല ഇവിടം. മരങ്ങൾ കാണാനേയില്ല. അവിടവിടെ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നു. ചിലയിടത്ത് ഇരുവശവും വെറും പാറകളും മണ്ണും മാത്രം. നദി അന്തമില്ലാതെ ഒഴുകുകയാണെന്നു തോന്നി. ജനങ്ങളെയോ മൃഗങ്ങളെയോ പോലും എങ്ങും കാണാനില്ല. ഇരുന്നു ക്ഷീണിച്ചപ്പോൾ തടിയിൽ പിടിച്ച് കമിഴ്ന്നു കിടന്നു. ജലത്തിലായതുകൊണ്ട് വെയിൽ സഹിക്കാമെന്നു തോന്നി. കൂടുതൽ ചൂട് തോന്നിയപ്പോൾ വെള്ളം കോരി ശരീരത്തിലൊഴിച്ചു. വിശപ്പും ദാഹവും തോന്നിയപ്പോൾ നദിയിൽ നിന്നും ജലം കയ്യിൽ കോരി കുടിച്ചു. എന്തെങ്കിലും ആഹാരം ഇനി എവിടെ നിന്ന് കിട്ടും? എവിടെയോ എത്തിയപ്പോൾ ഒഴുക്ക് തീരെ ഇല്ലാതായതുപോലെ തോന്നി. ചങ്ങാടം കറങ്ങിക്കറങ്ങി നിന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തുകൂടി സാവധാനം മുന്നോട്ടു നീങ്ങി. ചിലയിടങ്ങളിൽ ചങ്ങാടം തീരത്തോടടുത്തെങ്കിലും ശംഭുവിന് ഇറങ്ങാൻ ധൈര്യം തോന്നിയില്ല. മനുഷ്യരെ ആരെയും കാണാത്തിടത്തിറങ്ങിയാൽ ഒരു തരത്തിലും രക്ഷപ്പെടാമെന്നു തോന്നുന്നില്ല. വീണ്ടും വിജനമായ വനപ്രദേശത്തുകൂടി ശംഭുവിൻ്റെ ചങ്ങാടം നീങ്ങി. ചിലയിടങ്ങളിൽ നദി വളരെ വേഗത്തിൽ ഒഴുകുന്നുവെന്ന് അനുഭവപ്പെട്ടു. നദിയുടെ വീതി ക്രമേണ കൂടുതലായി. അവിടവിടെ മറ്റു പല ചെറുനദികളും വന്നു ചേരുന്നത് കണ്ടു. ചിലയിടങ്ങളിൽ ആളുകൾ നദിയിൽ കുളിക്കുകയും നനയ്ക്കുകയും മറ്റും ചെയ്യുന്നത് കണ്ട് ശംഭു ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ചിലരൊക്കെ ശംഭുവിൻ്റെ വിളി കേൾക്കുകയുണ്ടായി. എന്തൊക്കെയോ പറഞ്ഞു. ശംഭുവിന് അവരെന്താണെന്ന് പറയുന്നത് മനസ്സിലായില്ല. അവർക്ക് തന്നെ രക്ഷിക്കണമെന്നുണ്ടെന്ന് ശംഭുവിന് തോന്നി. എന്നാൽ ഒരു വള്ളമോ മറ്റോ ഇല്ലാതെ ശംഭുവിൻ്റെ അടുത്തേക്ക് വരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. നദിയുടെ മധ്യത്തോളം നീന്തി വന്ന് ശംഭുവിനെ രക്ഷിക്കണമെന്ന് ആർക്കും തോന്നിയില്ല. ഒരുപക്ഷെ ശംഭു എത്രത്തോളം അപകടാവസ്ഥയിലാണെന്ന് പലർക്കും ബോധ്യമായിട്ടുണ്ടാവില്ല. സായംകാലത്തോടടുത്തപ്പോഴേക്കും ശംഭു വളരെ അവശനായി കഴിഞ്ഞിരുന്നു. ആഹാരം ഒന്നും തന്നെ ലഭിക്കുകയുണ്ടായില്ല. നദിയിലെ ജലം മാത്രമായിരുന്നു ആശ്രയം. ഭയം കൂടുതൽ ഘനീഭവിക്കാൻ തുടങ്ങി. നദിയിൽ രണ്ടാമത്തെ രാത്രിയാണ് വരാൻ പോകുന്നത്. നദി എവിടെ ചെന്നാണ് അവസാനിക്കുക? സമുദ്രം എന്താണെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ജലം മാത്രമുള്ള സ്ഥലം. അവിടെയാണ് താൻ എത്തിച്ചേരുന്നതെങ്കിൽ ഇനി എത്ര ദൂരം പോയാലാകും സമുദ്രത്തിലെത്തുക? ഇവിടെയാണെങ്കിൽ അവിടവിടെ ജനങ്ങളെയും ചിലപ്പോൾ മൃഗങ്ങളെയും നദീതീരത്ത് കാണാം. സമുദ്രത്തിലെത്തിയാൽ തീരത്തു നിന്നകന്നാൽ പിന്നീട് തനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന ചിന്താഗതി ശംഭുവിൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ തുടങ്ങി. രാത്രിയിൽ ശംഭു തളർന്നുറങ്ങി. അടുത്ത പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ ഇരുവശത്തും ജനവാസമുള്ള ഏതോ പ്രദേശത്തുകൂടിയാണ് തൻ്റെ ചങ്ങാടം നീങ്ങുന്നതെന്ന് കണ്ടു. പക്ഷേ നദിയുടെ വീതി എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. തീരത്ത് ജനവാസമുണ്ടെന്നു മാത്രമല്ല, നദിയിൽ ജലയാനങ്ങളും കാണാനുണ്ട്. ചിലവ മുന്നോട്ട് നീങ്ങുന്നു, ചിലവ തീരത്ത് കെട്ടിയിട്ടപ്പെട്ട നിലയിലാണ്. ശംഭുവിന് ചങ്ങാടത്തിൽ എഴുന്നേറ്റിരിക്കാൻ പോലും ആകാത്ത സ്ഥിതിയിലായിരുന്നു. ശംഭു അവശനായി അതിൽ കമിഴ്ന്നു കിടന്നു. മൂന്നാമത്തെ രാത്രിയും കടന്നുപോയത് ശംഭു അറിഞ്ഞില്ല. ശംഭുവിൻ്റെ വിധി നദിയിലെ ജലത്തിൽ അനാഥമായി ഒഴുകിപ്പോകാനോ അനന്തസാഗരത്തിൽ ലയിക്കാനോ ആയിരുന്നില്ല. അടുത്തുകൂടി പോയ ഏതോ നൗകയിലെ ആളുകളുടെ ശ്രദ്ധയിൽ ശംഭുവിൻ്റെ ചങ്ങാടം പെട്ടു. 3-4 തടിക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടം. അതിൽ 10-12 വയസ്സു മാത്രം പ്രായം തോന്നിക്കുന്ന ബാലൻ. ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്നു. അവശനായി കമിഴ്ന്നു കിടക്കുന്ന അവൻ്റെ മുഖത്തെ ദൈന്യത അവർക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ തോന്നിയില്ല. ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. അവർ നൗക ശംഭുവിൻ്റെ ചങ്ങാടത്തിനടുത്തേക്കെത്തിച്ചു. ശംഭുവിനെ എടുത്ത് ആ നൗകയിൽ കിടത്തി. ബോധരഹിതനായി കിടന്ന ശംഭുവിനെ അവർ ശുശ്രൂഷിച്ചു. മുഖത്ത് ജലം തളിച്ചു. നിമിഷങ്ങളോളം കഴിഞ്ഞ് ശംഭു കണ്ണു തുറന്നപ്പോൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന 2-3 മുഖങ്ങൾ കണ്ടു. സംസാരിക്കാൻ ശക്തി ലഭിച്ചില്ല. വീണ്ടും ശംഭു കണ്ണുകൾ അടച്ചു കിടന്നു. ശംഭുവിനെ രക്ഷിച്ചവർ നൗക തുഴയാനും മറ്റുമായി നീങ്ങിയപ്പോൾ ഒരു സന്യാസി ശംഭുവിൻ്റെ അടുത്തു വന്നിരുന്നു. സന്യാസി അത്ഭുതത്തോടെ ശംഭുവിനെ നോക്കി. മുടിയാകെ ചാരം പറന്നു പറ്റിയിരിക്കുന്നു. ശിരസ്സും ശരീരവുമെല്ലാം ചാരത്തിൽ നിന്നിറങ്ങി വന്നതുപോലെ. ശംഭുവിനെ രക്ഷിച്ചവരിലൊരാൾ സന്യാസിയോട് ശംഭുവിനെ ചങ്ങാടത്തിൽ കണ്ടെത്തിയ കാര്യം വിശദീകരിച്ചു. ശംഭുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് തലയിലേക്ക് ചൂടും ശക്തിയും പകർന്നു. ക്രമേണ ശംഭുവിന് ബോധം വീണു. സംസാരിക്കാം എന്ന സ്ഥിതിയിലായി. ശംഭുവിന് പാലും ആഹാരവും നൽകുകയും ഉന്മേഷവാനാക്കുകയും ചെയ്തു.
നീ എവിടെ നിന്ന് വരുന്നു മകനെ? ശംഭു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ സന്യാസി സ്നേഹപൂർവ്വം ചോദിച്ചു. ആ ഭാഷ വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം ചോദിച്ചതെന്താണെന്ന് ശംഭുവിന് മനസ്സിലായി. ഗുരുകുലത്തിൽ സംസാരിക്കുന്ന ഭാഷയുമായി സാമ്യമുണ്ട്. എന്നാൽ വ്യക്തമായും ആ ഭാഷയല്ല. എന്തു പറയണമെന്ന് ശംഭുവിന് അറിയില്ലായിരുന്നു. താൻ ഏതു സ്ഥലവാസിയാണെന്ന് പറഞ്ഞാൻ തനിക്കാവില്ല. കാരണം താൻ ഒരു പേരുള്ള ഏതെങ്കിലും ഗ്രാമത്തിലായിരുന്നില്ല താമസിച്ചിരുന്നത്. പിന്നെ ആകെ പറയാനുള്ളത് ഗുരു ദേവാശ്രയന്റെ ആശ്രമത്തെക്കുറിച്ചാണ്. കുറേ ദൂരെ എവിടെയോ ഉണ്ടെന്ന് കേട്ടിട്ടുള്ള ഉജ്ജയിനിയെക്കുറിച്ചാണ്. മാളവമെന്നാണ് തന്റെ ദേശം പൊതുവെ അറിയപ്പെടുന്നത്. ഗുരുകുലത്തിൽ അധികം പേരും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ്. ഗുരുകുലം മാത്രമാണ് അടയാളം. ദേവഭാഷയായ സംസ്കൃതം ആർഷഭാരതത്തിലെവിടെയും പ്രചരിച്ചിരിക്കുന്നുവെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ശംഭു ഓർത്തു. ഇദ്ദേഹം ഏതോ സന്യാസിവര്യനാണ്. ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും. ശംഭു വിശദീകരിക്കാൻ ശ്രമിച്ചു. മാളവ രാജ്യത്ത് നദിയുടെ ഏതോ തീരത്തു നിന്നും 2-3 ദിവസം മുമ്പ് യാത്ര പുറപ്പെട്ടതാണ്. ആ തീരത്തു നിന്നും 10-12 നാഴികയോളം ദൂരെ ഗുരു ദേവാശ്രയന്റെ ഗുരുകുലത്തിനടുത്താണ് വീട്. 2-4 ദിവസം മുമ്പ് വനം അഗ്നിക്കിരയായി. താൻ കൂട്ടുകാരോടൊപ്പം വനത്തിൽ കായ്കനികൾ പറിക്കാൻ പോയതായിരുന്നു. വനത്തിൽ അഗ്നി പടർന്നപ്പോൾ ഞങ്ങൾ ഓടി. എപ്പോഴോ കൂട്ടം തെറ്റി. 2-ാം ദിവസമേ വീടിനടുത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെ ആരെയും കണ്ടില്ല. വീടും ആശ്രമവുമെല്ലാം കത്തിച്ചാമ്പലായി പോയിരുന്നു. ലക്ഷ്യമില്ലാതെ അവിടെ നിന്നും പോന്നതാണ്. ഞാനൊരു ചങ്ങാടത്തിലായിരുന്നു. തീരത്തെങ്ങും ഇറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഈ നൗകയിലെത്തിയതെന്നറിയില്ല. ശംഭു സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് അത്ഭുതമായി. കൂടുതൽ ചോദിക്കുകയും ശംഭു ഗുരു ദേവാശ്രയനിൽ നിന്നും സംസ്കൃതം അഭ്യസിച്ചിരിക്കുന്നു എന്നു മനസ്സിലാക്കുകയും ചെയ്തു.